എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പിങ്കി പഠിച്ച പണി പാതിരിട്ട് നോക്കുകയാണ്. നന്ദുമോനെ മുറിയിൽ നിന്ന് വെളിയിലേക്ക് ഇറക്കാൻ വിട്ട് കഥ കടിച്ച് മുറിക്കകത്ത് കയറി ഇരിക്കുവാണല്ലോ. അവസാനം നന്ദ പറഞ്ഞു, മോനെ ഇതെന്ത് പണിയാ നീ കാണിക്കുന്നത്, ഇങ്ങോട്ട് ഇറങ്ങാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം നന്ദവും പറഞ്ഞു, ഞാൻ ഇറങ്ങണെങ്കിലേ ഡോക്ടർ ആന്റിയും ഗൗരിയും വരുവാണെങ്കിൽ മാത്രം ഞാൻ പുറത്തിറങ്ങുള്ളൂ എന്ന് പറയണം. അവസാനം പിങ്കി പറഞ്ഞു, അതെ പപ്പ വിളിക്കാൻ പോയിട്ടുണ്ട്, പപ്പ പോയിട്ട് അവര് വന്നില്ലല്ലോ, ഒരുപക്ഷെ അവര് വരില്ല എന്ന് പറഞ്ഞാണ്. മോൻ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഗൗരി മോളെ ഒന്ന് വിളിച്ചു നോക്ക്, എന്നിട്ട് വരാൻ പറ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നന്ദു കഥവ് തുറന്ന് പുറത്തിറങ്ങി. പിന്നീട് പറഞ്ഞു, അമ്മേ ഫോൺ വിളിച്ചാട്ടെ എന്ന് പറയണം. ഇത് കേട്ടതും പിങ്കി ഫോൺ വിളിച്ചു കൊടുക്കണം. നന്ദയുടെ ഫോണിലേക്ക് വിളിച്ചു. ഈ സമയം നന്ദയെ കോൾ എടുത്ത്, ആഹാ നന്ദു എന്താ നന്ദു വിളിച്ചേന്ന് ചോദിക്കുക. അത് പിന്നെ ഡോക്ടർ ആന്റി ഗൗരീനും കുട്ടി വരത്തില്ലേന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ മോനെ ഞാന് അതെ വരാതിരിക്കല്ല, വരണം, നന്ദു ഇവിടെ കാത്തിരിക്കുവാന്ന് പറയണം. ഇത് കേട്ടപ്പോ നന്ദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് നന്ദു പറഞ്ഞു, അതെ ഡോക്ടർ ആന്റിക്ക് ഇത്ര തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നന്ദുവിന് ഒരു കാര്യം ചെയ്യാം, ഞാൻ ഗൗരിമോളെ പറഞ്ഞു വിടാന്ന് പറയാം. ശരി, ഗൗരീനെ പറഞ്ഞു വിടാതിരിക്കില്ല കേട്ടോന്ന് പറയണം. ഞാൻ പറഞ്ഞു വിട്ടേക്കാന്ന് പറയാം. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ പിങ്കി പറഞ്ഞു, ഇപ്പൊ എങ്ങനെയുണ്ട്, ഇനിയിപ്പൊ സമാധാനമായില്ലേന്ന് ചോദിക്കാം എന്നും പറഞ്ഞോണ്ട് നന്ദോട്ടൻ അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയത്ത് ഗൗതത്തിന്റെ അടുത്ത് നന്ദ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നന്ദു പറഞ്ഞല്ലേ ഇനിയിപ്പൊ ഞാനായിട്ട് വിടാതിരിക്കുന്നില്ല, ഞാൻ ഗൗരിനെ പറഞ്ഞു വിടാന്ന് പറയണം. ഇത് കേട്ടപ്പോ ഗൗതം ഒത്തിരി നന്ദിയുണ്ട്, എന്റെ നന്ദുവിന് ഇത് അറിഞ്ഞ ഭയങ്കര സന്തോഷമായിരിക്കും എന്ന് പറയണം. പാവം എന്റെ മോനെ എന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നന്ദ പറഞ്ഞു, വേണ്ട കൂടുതലൊന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും ഗൗതം പിന്നീട് ഗൗരീനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. ഈ സമയം ഗൗരിമോൾ ആകെപ്പാടെ സങ്കടപ്പെട്ടിരിക്കുകയാണ്, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഫംഗ്ഷന് വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞു മനസ്സിന് നല്ല വേദന ഉണ്ടായിട്ടുണ്ട്. അതിനറിയത്തില്ല ഇവരുടെ കാര്യങ്ങളൊന്നും. അപ്പോഴേക്കാണ് ഗൗതം അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ഗൗതം ചെന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി ഗൗരിമോളെ, ഗൗരിമോൾ എന്തിനാ കരയണേ? അത് പിന്നെ എനിക്ക് സങ്കടം വന്നിട്ട്. എന്തിനാ സങ്കടം വരുന്നത്? അത് ഫംഗ്ഷന് വിടില്ല എന്ന് അമ്മ പറഞ്ഞെന്ന് പറയാം, അതാണ് ആ കാര്യം. അതെ അതിന് കരയണ്ട കേട്ടോ, മോളെ അമ്മ ഫംഗ്ഷന് വിടൂന്ന് പറയണം. അതെ മോളെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ടാ അങ്കിൾ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയണം. ആണോ, സത്യമാണ് അങ്കിളെ പറയണെന്ന് നിൽക്കും. അതെ സത്യമാന്ന് പറയണം. മോള് പെട്ടെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ പറയണം. അതെ ഡ്രസ്സൊക്കെ ഞാൻ നേരത്തെ തന്നെ എടുത്തു വെച്ചിരിക്കുവാന്ന് പറയണം. എടുത്തു വെച്ചിരിക്കുവാണ്? അതെ പോവാൻ റെഡി ആവാനായിട്ട് ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം എന്നും പറഞ്ഞിട്ട് ഗൗരിമോൾ അങ്ങോട്ടേക്ക് ഓടുവാണ്. എന്നിട്ട് ഡ്രസ്സും ചേഞ്ച് ചെയ്ത് മുടിയൊന്ന് ഈരി കെട്ടിക്കൊണ്ടൊക്കെ വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഗൗതം ഇങ്ങനെ ആകപ്പാടെ നോക്കി, സുന്ദരി ആയിട്ടുണ്ടല്ലോ എന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ഗൗരി പറഞ്ഞു, നല്ല സുന്ദരിയാണ്, എങ്ങനെയുണ്ട് മുടി കെട്ടിയത്, അങ്കിളിന് ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കാം. ആ ഇഷ്ടപ്പെട്ടു, പക്ഷേ ഈ ഡ്രസ്സ് ഇടുമ്പോ ഇങ്ങനെ മുടി കെട്ടിയാൽ ശരിയാകത്തില്ലെന്ന് പറയണം. ഇത് ഇച്ചിരി അടിച്ചിടുന്നതായിരിക്കും നല്ലതെന്ന് പറയാം. ഇങ്ങോട്ട് വാ മോയ്, ചീപ്പ് എടുത്തോണ്ട് വാ, അങ്കിള് ഇരുത്തരാന്ന് പറയണം. അങ്ങനെ ഗൗരിമോൾ ഓടിപ്പോയി ചീപ്പ് എടുത്തോണ്ട് വന്നു. ഗൗതം ഗൗരിമോളെ അവിടെ പിടിച്ചിരുത്തിയിട്ട് മുടിയൊക്കെ ചീവി കൊടുക്കുക. ആ സമയത്ത് നന്ദ എങ്ങോട്ടേക്ക് വരുന്നത്. നന്ദ ഈ കാഴ്ച കണ്ടു. നന്ദയ്ക്ക് അറിയാതെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം അച്ഛൻ മകളുടെ മുടി ചീവി കൊടുക്കുകയാണ്. പക്ഷെ ഗൗതത്തിനും ഗൗരിക്കും അറിയത്തില്ലോ അവർ തമ്മിലുള്ള ബന്ധം എന്താന്നുള്ള കാര്യം. പിന്നീട് മുടിയൊക്കെ ചീവിക്കതിന് ശേഷം ഗൗരിമോള് പറഞ്ഞു, അതെ ഞാൻ ആ ഗിഫ്റ്റ് കൂടി എടുത്തോണ്ടിരാന്ന് പറയാണ്. എന്ത് ഗിഫ്റ്റ്? വെഡിങ് ആനിവേഴ്സറി അല്ലേ അങ്കിളെ, അപ്പൊ ഗിഫ്റ്റ് വേണ്ടേന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഗൗരിമോൾ ഓടിപ്പോയി ഗിഫ്റ്റ് എടുത്തോണ്ട് വന്നു. പിന്നീട് നന്ദ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, അതെ എന്റെ ചക്കര അമ്മയല്ലേ, ഞാൻ പോയിട്ട് വരാന്ന് പറയണം. ശരി പോയിട്ട് വാ എന്നാ ഉമ്മ ഞാൻ പറയണം. അങ്ങനെ ഉമ്മയെ കൊടുത്തു. അങ്ങനെ ഗൗരീനെ ചേർത്ത് പിടിച്ച് ഗൗരിക്കൊരു ഉമ്മയൊക്കെ കൊടുത്ത് ഗൗതം അങ്ങോട്ട് കൊണ്ടുപോകുന്ന കണ്ടപ്പോ നന്ദയുടെ ചങ്ക് പിടഞ്ഞു പോയി. വല്ലാത്തൊരു സങ്കടം ഉണ്ടായിരുന്നു മനസ്സില്. പാവം തന്റെ മോള് തന്റെ അച്ഛനാന്ന് അറിയത്തില്ലാതെ ആ കൈയും പിടിച്ച് സന്തോഷത്തോടുകൂടി പോകുന്നേ എന്നൊക്കെ മനസ്സിൽ കരുതുവാണ്. ഈ സമയത്ത് ഇന്ത്യവരത്തില് വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടി ഒരുക്കങ്ങളൊക്കെ നടത്തുവാണ്. അപ്പം മഹേഷിന്റെ അടുത്തേക്ക് മോഹിനി അങ്ങോട്ടേക്ക് വരുവാണ്. അപ്പോഴേക്കും പവിത്രയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. മഹേശ്വരൻ വന്നിട്ട് ചോദിച്ചു, അല്ല ഇതെന്താ ഇവിടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായില്ലേന്ന് ചോദിക്കുക. മോഹിനി പറഞ്ഞു, പിന്നെ ഒരുക്കങ്ങള് എന്തൊരുക്കങ്ങള്, ഇനി അതിന്റെയും കൂടെ ഒരു കുറവുള്ളെന്ന് പറയാണ്. അല്ല എനിക്കൊന്നും മനസ്സിലാഞ്ഞിട്ട് ചോദിക്കുക, ഈ പിങ്കിയുടെ ഗൗതത്തിന് വെഡിങ് ആനിവേഴ്സറി വല്ല ആഘോഷിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും. ഇതാ ചെറുക്കനെ ഒന്നുകൂടെ അംഗീകരിക്കുന്നതിന് തുല്യമല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും മഹേശൻ പറഞ്ഞു, ഇപ്പൊ എന്താ കുഴപ്പമിരിക്കുന്നേ, ഇതിനിപ്പോ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ചോദിക്കും. പിന്നെ കുഴപ്പം ഞാനൊന്നും പറയുന്നില്ല, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതിങ്ങനെ പോയാൽ ശരിയാവുന്ന ലക്ഷണം കാണുന്നില്ല. ഈ ഇന്ത്യവരത്തിൽ ഒരു അവകാശം ഇല്ലാത്തൊരു ചെറുക്കനെയാ ഇവിടെ എല്ലാരും കൂടെ വെച്ച് വഴിച്ചിരിക്കുന്നേ. എന്റെ പവിത്രയുടെ വയറ്റ് വരുന്ന കുഞ്ഞും കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇതിന്റെ എല്ലാ അവകാശം അവനായി തീരുമെന്ന് പറയാം. പിന്നെ ആ ചെറുക്കനെ തലയിലേറ്റിക്കൊണ്ട് ആരും നടക്കേണ്ട കാര്യമില്ലെന്ന് പറയാം. ഇത് കേട്ടതും മഹേശ്വരൻ പറഞ്ഞു, അവന്റെ സന്തോഷം കൊണ്ട് നമ്മൾ നോക്കണ്ടേന്ന് ചോദിക്കും. അല്ലെങ്കിൽ തന്നെ ഇപ്പോഴാണ്ടെ
ആ എല്ലാരും കൂടെ അവന്റെ സന്തോഷത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഡോക്ടർ ആന്റിയും ഗൗരിയും വരാതെ അവനാണെങ്കിൽ ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിളിക്കാൻ പോയിക്കോ ഗൗതം എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ മോഹിനി പറഞ്ഞു, അതങ്ങനെയല്ലേ വരത്തുള്ളൂ, അവനാണല്ലോ ഇവിടെ പ്രാധാന്യം കൂടുതൽ. പവിത്ര പറഞ്ഞു, ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്ന വെല്ലിച്ചാന്ന് ചോദിക്കും. പിന്നല്ലാതെ അവന്റെ കാര്യങ്ങളും നമ്മൾ നോക്കണ്ടെന്ന് ചോദിക്കും. പിന്നെ കുഞ്ഞു വച്ചാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തലയെ കയറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയാണ്. മോഹിനി പറഞ്ഞു, എന്റെ കുഞ്ഞും കൂടെ വന്നോട്ടെ, അവനെയൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയാണ്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് ലക്ഷ്മിയും അരുന്ധതിയും കൂടെ അങ്ങോട്ട് വരുവാണ്. അങ്ങനെ അവരവിടെ നിന്ന് കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അരുന്ധതി പറഞ്ഞു, അല്ല ഇതുവരെയായിട്ട് അവർ എത്തിയില്ലെന്ന് ചോദിക്കുകയാണ്. ഇതേട്ട മോഹിനി പറഞ്ഞു, അതെന്തിനാ അവര് വരുന്നേ, അതിന്റെ കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് പിന്നെ അതെ ഒരു കാര്യം പറഞ്ഞേക്കാം, വെറുതെ എന്തിനാ ഇല്ലാത്ത ഇതൊക്കെ ഉണ്ടാക്കുന്നത്, ഇത് വല്ല കാര്യമുണ്ടോ എടുത്തി, വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ, ഇതൊന്നും ആവശ്യമില്ലാന്നാ ഞാൻ പറയണേന്ന് പറയണം. ആ സമയം മഹേശ്വരനൊക്കെ അങ്ങോട്ടേക്ക് പോയി. പിന്നീട് മോഹിനി ദേഷ്യപ്പെട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. അപ്പോഴേക്കും ലക്ഷ്മിയുടെ അടുത്ത് അരുന്ധതി പറഞ്ഞു, ലക്ഷ്മി ഒരു കാര്യം നമ്മൾ ചെയ്യണം, എങ്ങനെ അവളെ ഇവിടെ വിളിച്ചു വരുത്തണം, ആ നന്ദയെന്ന് പറയുന്നവളെ, അവളെങ്ങനും വരായിരുന്നാലോ ഏട്ടത്തി, അതിനുള്ള വഴികളൊക്കെ ഉണ്ടെന്ന് പറയാണ്. അവള് വരാതിരിക്കില്ല, അവള് വന്ന് ഈ ഫംഗ്ഷനൊക്കെ കാണണം, അതിനു വേണ്ടി നമുക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കാന്ന് പറയണം. അവൾക്കിട്ട് ഒരു പണി കൊടുക്കാൻ പറ്റിയ സമയമാണ്, നമ്മൾ ഈ പണി ഒഴിവാക്കരുതെന്ന് പറയാണ്. ആ സമയം നന്ദ ആകപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. നന്ദയുടെ അരിയിലേക്ക് നിർമ്മല് വരുവാണ്. നിർമ്മല് വന്നിട്ട് ആഹാ എന്തേ ഗൗരിമോൾ, എന്തേ ഗൗരിമോളെ കണ്ടില്ലല്ലോ എന്ന് പറയണ. അത് പിന്നെ ഗൗരിമോൾ ഇവിടെ ഇല്ല എന്ന് പറയാ. അവളെവിടെ പോയി, അവളുടെ അച്ഛന്റെ വീട്ടിലേക്ക് പോയെന്ന് പറയണ. ആര്, ഗൗതം സാറിന്റെ വീട്ടിലേക്ക് പോയോ? അതേന്ന് പറയണ. അതെന്ത് പറ്റി? പിങ്കിയുടെ ഗൗതം സാറിന്റെ വെഡിങ് ആനിവേഴ്സറിയാ, അപ്പൊ അവരുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനായിട്ട് ഗൗതം സാർ ഇവിടെ വന്ന് വിളിച്ചു, എന്നെ കൂടെ വിളിച്ചു, ഞാൻ പോയില്ല, അപ്പം ഗൗരീനെ കൂട്ടിക്കൊണ്ട് പോയെന്ന് പറയാണ്. ഇത് കേട്ടതും നിർമ്മല പറഞ്ഞു, ആഹാ നല്ല കാര്യമാണല്ലോ അത്, അങ്ങനെ പോയിട്ട് വരട്ടെ, അവൾക്കൊരു മനസ്സിന് സന്തോഷമാവില്ലേ, എത്ര ദിവസം എന്ന് വെച്ചാൽ അവളീ ഈ വീടിനുള്ളിൽ തന്നെ ഇരിക്കുന്നേ, സ്കൂള് വീട് ഇത് മാത്രമല്ല അവളുടെ ജീവിതത്തിൽ സന്തോഷമുള്ളേ, അതിനപ്പുറം അവൾക്ക് എന്തെങ്കിലും സന്തോഷം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുവാണ്. ഈ സമയം നന്ദ പറഞ്ഞു, എനിക്ക് പേടിയുണ്ട് നിർമ്മലയെന്ന് പറയണേ. എന്ത്, അവളെ ഇന്ത്യവരത്തിലേക്ക് വിട്ടതുകൊണ്ട് എനിക്ക് ആകെപ്പോഴ ടെൻഷനാന്ന് പറയണേ. എന്തിനാ നന്ദ ടെൻഷൻ അടിക്കണ കാര്യമൊന്നുമില്ല, ഒന്നുമില്ലല്ലോ അവളുടെ അച്ഛനല്ലേ അവളുടെ കൂടെയുള്ളേ, ഗൗതം സാറ് കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ എന്താ പേടിക്കണമെന്ന് ചോദിക്കും. എന്നാലും എനിക്ക് നല്ല പേടിയുണ്ടെന്ന് പറയാ, എന്തൊക്കെ സംഭവിക്കുമെന്ന് പോലും അറിയില്ല എന്ന് പറയണ. ഈ സമയം ഗൗരിമോളുടെ കൈയും പിടിച്ചോണ്ട് അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങുവാണ് ഗൗതം. അങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഗൗരിമോൾ വീടൊക്കെ ഒന്ന് നോക്കി, കൊള്ളാലോ സൂപ്പർ ആയിട്ടുണ്ട്. പിന്നീട് ഗൗരിമോളോട് ചോദിച്ച് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കാം. ഇഷ്ടപ്പെട്ടു എനിക്ക്, പക്ഷെ എങ്കിലേ അമ്മയും കൂടെ വേണ്ടതായിരുന്നു പറയണം. അമ്മ ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിലേ അമ്മയ്ക്ക് പിന്നെ ഈ വീട്ടിൽ നിന്ന് പോകാൻ തോന്നൂല, കാരണം ഇത്രയും വലിയ വീട്ടിൽ നിന്നും അമ്മ താമസിച്ചിട്ടില്ല എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോ ഗൗതത്തിന്റെ മനസ്സിലേക്ക് പല കാര്യങ്ങളും ഓടി വരുവാണ്. അവസാനമായിട്ട് നന്ദ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്, കുഞ്ഞിനെ കൊണ്ട് ഇറങ്ങിപ്പോയ സമയത്ത് അവൾ പറഞ്ഞിട്ട് പോയ വാക്കുകൾ, അവൾ ഒരിക്കലും ഈ വലിയ വീടും കാര്യങ്ങളൊന്നും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നൊരു ചിന്ത ഗൗതത്തിന്റെ മനസ്സിലേക്ക് വരിക. പെട്ടെന്ന് ഗൗരിമോള് ചോദിച്ചാൽ അങ്കിൾ എന്താ ആലോചിക്കണേ? ഒന്നുമില്ലാന്ന് പറയണ. എന്നാ വരാൻ പറയണ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി ചെല്ലുമ്പത്തേനും നന്ദോട്ടനും പിങ്കിയും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ്. നന്ദോട്ടനെ കണ്ടതും ഗൗരി ഓടി അങ്ങോട്ട് ചെന്നു. എന്താ നന്ദു ഭയങ്കര വാശിയിലായിരുന്നൊക്കെ കേട്ടല്ലോ എന്ന് പറയാം. അത് പിന്നെ ഡോക്ടർ ആന്റിയും ഗൗരിയും കൂടെ വരാനായിരുന്നു പറയാം. ഇപ്പൊ നിനക്ക് സന്തോഷമായെന്നേക്കും. എനിക്ക് സന്തോഷമായെന്ന് പറയാ. പിങ്കി വെച്ച് ഗൗരിമോളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നല്ല വിശേഷങ്ങള് ആന്റി എന്ന് പറയാ. പിന്നീട് ഗൗരിമോള് ചോദിച്ചു, ഈ ഗിഫ്റ്റ് ആർക്കാ തരണ്ടേ? നന്ദുവിന്റെ കയ്യിലാണോ തരണ്ടേ, അത് ആന്റിയുടെ കയ്യിലാണെന്ന് ചോദിക്കും. ഇത് കേട്ടോ ഗൗതം പറഞ്ഞു, അതെ ഗൗരി വരാനായിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച നന്ദു അല്ലേ, അതുകൊണ്ട് അവന്റെ കയ്യിലേക്ക് കൊടുത്തേക്കാൻ പറയാണ്. അങ്ങനെ അവന്റെ കയ്യിലേക്ക് ആ ഗിഫ്റ്റ് കൊടുത്തിട്ട് ഗൗരിമോള് പറഞ്ഞു, ഞാൻ വരച്ചാ കേട്ടോ, ഇതേ നിന്റെ പപ്പയുടെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടി ഞാൻ വരച്ചാന്ന് പറയണ. ഇത് കേട്ടപ്പോ നന്ദുവിന് സന്തോഷമായി. പിന്നീട് ഗൗരിമോളോട് നന്ദു പറഞ്ഞു, ബാ ഞാനിവിടെ കാണിച്ചു തരാം, എല്ലാരെയും കാണിച്ചു തരാന്നൊക്കെ പരിചയപ്പെടുത്താന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വിളിച്ചോണ്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനുമാണ് അരുന്ധതിയും ലക്ഷ്മിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അവരെ കണ്ടു കഴിഞ്ഞപ്പോ പെട്ടെന്ന് നന്ദു പറഞ്ഞു, അതെ ഇതാരാന്ന് മനസ്സിലായെന്ന് ചോദിക്കാം. ഇല്ല, ഇതെന്റെ പിന്നെ മുത്തശ്ശിയും പിന്നെ അതെന്റെ അച്ചമ്മയാന്ന് പറയണ. ആഹാ കൊള്ളാലോ, നമസ്കാരം പറയാണ് പെട്ടെന്ന് ഗൗരിമോള്. പക്ഷേങ്കിൽ അരുന്ധതി മൈൻഡ് പോലും ചെയ്തില്ല. പിന്നെ നമസ്കാരം മുത്തശ്ശി എന്നാ പറഞ്ഞ്. മുത്തശ്ശിയോ? ആരുടെ മുത്തശ്ശി? അതിന് ഞാൻ നിന്റെ മുത്തശ്ശിയൊന്നും അല്ലോ എന്ന് പറയണ. പെട്ടെന്ന് നന്ദു പറഞ്ഞു, അതെന്താ മുത്തശ്ശി ഇല്ലാത്ത? എന്റെ മുത്തശ്ശിയല്ലേ, പിന്നെന്താ ഗൗരിമോളുടെ മുത്തശ്ശിയും കൂടെ ആയാല് എന്ന് ചോദിക്കുകയാണ്. പിന്നീട് പറഞ്ഞു, അല്ല നമസ്കാരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു പറയണ്ടേ മുത്തശ്ശി എന്താ തിരിച്ചു പറയാത്തെന്ന് ഗൗരിമോള് ചോദിക്കുക. ആകപ്പാടെ വെട്ടിലായിപ്പോയി അരുന്ധതി. അരുന്ധതിക്ക് ഒരു പുച്ഛ ഭാവമായിരുന്നു. ലക്ഷ്മിയോടും ചോദിച്ചു. ലക്ഷ്മിയും തിരിച്ച് നമസ്കാരം ഒന്നും പറഞ്ഞില്ലോ. ഈ സമയം
നന്ദു പറഞ്ഞു, എന്താ അച്ഛമ്മ ഇങ്ങനെയൊക്കെ? ഗൗരിയോട് നമസ്കാരം പറ എന്ന് നമ്മുടെ വീട്ടിലേക്ക് വന്നല്ലേന്ന് ചോദിക്കും. നമസ്കാരം എന്ന് ഒരു ഒഴുക്കം വെട്ടി പറയണ. ആ സമയം നന്ദു പറഞ്ഞു, ബാ ഗൗരി, നമുക്കേ ഇതേ വല്യച്ഛനെ അവരെല്ലാരും കണ്ടിട്ട് വരാം എന്നൊക്കെ പറഞ്ഞൊരു അകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും പിങ്കി ഗൗതത്തിനോട് ചോദിച്ചു, അല്ല നന്ദ വന്നില്ലല്ലേന്ന് ചോദിക്കാണ്. നന്ദ വന്നില്ല എന്ന് പറയണം. ഇത് പറഞ്ഞിട്ട് ഗൗതം അങ്ങോട്ടേക്ക് പോയി. ആ സമയം അരുന്ധതി പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, അവളെ എത്രയും പെട്ടെന്ന് നമുക്ക് ഇങ്ങോട്ട് വരുത്തണം എന്ന് പറയണം. വരുത്താനോ? എങ്ങനെ? അതിനൊക്കെയുള്ളൊരു മാർഗം ഉണ്ടെന്ന് പറയണം. പിന്നീട് മോഹിനി അങ്ങോട്ടേക്ക് വന്നു. മോഹിനി വന്നിട്ട് പറഞ്ഞു, അതെ ഇവിടെ എന്തൊക്കെയാ നടക്കണേ എന്ന് ചോദിക്കണം. എന്താ? അല്ല ഫംഗ്ഷൻ തുടങ്ങാനുള്ള സമയമായില്ലേ, ഇനി എന്തിനാ ഇത് വെച്ച് താമസിപ്പിച്ചുകൊണ്ടിരിക്കുന്നേ? എത്രയും പെട്ടെന്ന് ഫംഗ്ഷൻ തുടങ്ങാൻ പറയണം. അതെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയണം. എന്താ പ്രശ്നം? ആ നന്ദനെ ഇവിടെ ഒന്ന് വരുത്തണം മോഹിനി എന്ന് പറയാം. അവളെ എങ്ങനെ വരുത്താൻ പറ്റും? അവൾക്കൊട്ടൊരു പണിയെങ്കിലും നമുക്ക് കൊടുക്കണ്ടേന്നിരിക്കും. അതിന് അവൾക്കൊട്ടൊരു പണി എന്റെ മനസ്സിലുണ്ടെന്ന് പറയണം. ഈ ഫംഗ്ഷൻ നടക്കുമല്ലേ, അപ്പൊ ഈ സമയത്ത് അവളെ ഫംഗ്ഷനൊക്കെ കാണണം. അവൾക്ക് അതൊക്കെ അറിഞ്ഞു കഴിയുമ്പത്തിന് അവളുടെ നെഞ്ചു പൊട്ടണം. ഒരു കാരണവശാലും അവൾക്ക് പിന്നെ ഇന്ത്യവരത്തിലേക്ക് വരാൻ തോന്നില്ലെന്ന് പറയണം. അല്ല അതിനിപ്പോ എന്ത് ചെയ്യാനോ ഉദ്ദേശിച്ചിരിക്കുന്നേ? അതിന് എന്റെ മനസ്സിൽ ചില പ്ലാനുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറയാണ്. ഒരു കാര്യം ചെയ്യാം, വീഡിയോ കോള് വിളിപ്പിക്കാന്ന് പറയാണ്. വീഡിയോ കോളോ? അതെ, നമുക്ക് ഗൗരിനെ കൊണ്ട് വീഡിയോ കോള് വിളിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ മൊത്തം കാണിക്കാം. അവിടെ നന്ദയുടെ നെഞ്ചു പിടഞ്ഞു പോകും. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ എനിക്കറിയാൻ അരുന്ധതി പറയണം. പിന്നീട് ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തകൃതിയായിട്ട് നടത്തുകയാണ്. പിന്നീട് മോഹിനി നേരെ വരുന്ന ഗൗരിയുടെ നന്ദുവിന്റെ അടുത്തേക്കാണ്. വന്നിട്ട് ചോദിച്ചു, ഞാനായിരുന്നു മനസ്സിലായോ? എന്നെ അങ്ങോട്ട് പരിചയപ്പെടുത്തണ്ടെന്ന് ചോദിക്കണം. ഞാനും വേറൊരു മുത്തശ്ശിയാന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പം നന്ദു പറഞ്ഞു, അതെ ഞാൻ അതിന് മുത്തശ്ശിനെ കണ്ടില്ലായിരുന്നല്ലോ മുമ്പ്, അതുകൊണ്ടല്ലേ പരിചയപ്പെടുത്താതിരുന്നേ എന്നൊക്കെ പറയാണ്. പിന്നീട് ചോദിച്ചു, അല്ല മോളുടെ അമ്മ വന്നില്ലേ? എനിക്ക് ഇല്ല വന്നില്ല. അതിന് മോളുടെ അമ്മേനെ ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തണ്ടെന്ന് ചോദിക്കും. ഇവിടെ നടക്കുന്ന ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ അവരെ കൂടെ ഒന്ന് കാണിക്കണ്ടെന്ന് ചോദിക്കും. മോളുടെ അമ്മയ്ക്ക് വരാൻ പറ്റിയില്ലോ, അപ്പൊ ഈ ഫംഗ്ഷൻ അവരൊന്ന് കാണണ്ടെന്ന് ചോദിക്കും. അതെങ്ങനെ ശരിയാവും? അതിന് അമ്മ ഇവിടെ ഇല്ലോന്ന് പറയാം. അതിനൊരു മാർഗം ഉണ്ടെന്ന് പറയാണ്. വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുത്താൽ പോരെ നിൽക്കും. ഓ അത് ശരിയാ, നല്ല ഐഡിയ ആന്ന് നന്ദോട്ടം പറയണം. നന്ദോട്ടം ഇവിടെ ചതിയും കാര്യങ്ങളൊന്നും അറിയത്തില്ലോ. പിന്നീട് നന്ദുവിന്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചിട്ട് അതിനകത്തുനിന്ന് നന്ദനെ വിളിക്കുകയാണ്. ഈ സമയം നന്ദ കോൾ എടുത്തു കഴിഞ്ഞപ്പോഴത്തേന് ഗൗരിമോളുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തതിന് ഗൗരിമോൾ ഞാൻ അമ്മയെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ്. അമ്മയെ ഞാൻ ഇവിടെ എത്തി, ഈ വീടൊക്കെ കണ്ടോ, ഇത് നല്ല ഭംഗിയില്ല കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗരി ഇങ്ങനെ സംസാരിക്കുകയാണ്. ആ സമയം നന്ദ ഇങ്ങനെ ആകെപ്പടര് ഞെട്ടലോടുകൂടി നിൽക്കുകയാണ്. പിന്നീട് നന്ദ പറഞ്ഞതേ ഇപ്പൊ തന്നെ എന്റെ അമ്മയും പപ്പയും കൂടെ ഇറങ്ങി വരുമെന്ന് പറയണം. അങ്ങനെ നന്ദ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് അവര് സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്ന കാഴ്ചയുണ്ട്. പെട്ടെന്ന് മോഹിനി ആ ഫോൺ അങ്ങോട്ട് ഫോൺ വാങ്ങിയിട്ട് ഫോണ് അവർക്ക് നേരെ തിരിച്ച് അവരെ കാണിച്ചു കൊടുക്കുകയാണ്. അവരിറങ്ങി വരുന്ന രംഗങ്ങളൊക്കെ. ഈ സമയം പിങ്കി എന്ത് ചെയ്യാണ്, ഗൗതത്തിന്റെ കയ്യെ പതുക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ കാഴ്ച കണ്ടപ്പോഴത്തേനും നന്ദയ്ക്ക് സഹിക്കാൻ പറ്റില്ല. നന്ദയ്ക്ക് അറിയാതെ കണ്ണ് നിറഞ്ഞുപോയി. അങ്ങനെ അവിടുത്തെ ഓരോ കാഴ്ചകളും നന്ദനെ കാണിച്ചു കൊടുക്കുകയാണ്. നന്ദയ്ക്ക് മനസ്സിലായി ഇത് തനിക്കിട്ടുള്ള പണിയാന്നുള്ള കാര്യം. പാവം തന്റെ ഗൗരിമോള് അവളെ വിടണ്ടായിരുന്നു എന്നൊരു ചിന്തയൊക്കെ നന്ദയുടെ മനസ്സിലേക്ക് വരുവാണ്. അപ്പോഴേക്കാണ് അരുന്ധതി ലക്ഷ്മിയൊക്കെ അങ്ങോട്ടേക്ക് വരുന്നത്. പിന്നീട് പിങ്കീനെ ഗൗതത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, അരുന്ധതി പറഞ്ഞു, ഒരു 100 വർഷം ഇതുപോലെ തന്നെ നല്ല സന്തോഷത്തോടെ നിങ്ങൾ ജീവിക്കട്ടെ, നല്ല ഐശ്വര്യമുള്ള ജോഡികളാണ് നിങ്ങൾ. ഇത് നിങ്ങൾ രണ്ടുപേരും കൂടെ അടുത്ത് നിൽക്കുമ്പോൾ എന്ത് ഭംഗിയാ കാണാൻ എന്നൊക്കെ പുകഴ്ത്തി പറയാണ്. കാരണം മോഹിനിയുടെ ഫോണിരിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇത് നന്ദ കേൾക്കണം, അതിനു വേണ്ടിയിട്ടുള്ള വാക്കുകളായിരുന്നത്. നന്ദയുടെ നെഞ്ചു പൊട്ടിപ്പോയി ഒരു നിമിഷം അങ്ങോട്ട്. പിന്നീട് ലക്ഷ്മിയമ്മ വന്നിട്ട് പറഞ്ഞു, എനിക്ക് സന്തോഷമായി, ഇങ്ങനൊരു കാഴ്ച കാണാൻ വേണ്ടി എത്ര നാളായി ഞാൻ കാത്തിരിക്കുന്നത് എന്നൊക്കെ പറയാണ്. നന്ദയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ഫോൺ കട്ട് ചെയ്തിട്ട് പോകാൻ ഓർത്തിരുന്ന് കഴിയുമ്പത്തിനും അരുന്ധതി പെട്ടെന്ന് ഗൗരിമോട് വിളിച്ചു, നിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് ക്ഷണിച്ചായിരുന്നോ? നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? അപ്പുറത്തെങ്ങാനും പോയി മാറി നിൽക്കാൻ പറയാണ്. ഇത് കേട്ടതും ഗൗരി പറഞ്ഞു, എന്നെ നന്ദുവാ വിളിച്ചെന്ന് പറയണം. നന്ദു അല്ലെ, അവൻ വിളിച്ചു നോർത്ത് നീ ഇങ്ങോട്ട് ഓടി വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? വിളിക്കാത്ത സദ്യക്ക് ഉണ്ണാൻ വരുന്ന പോലെ വലിഞ്ഞു കയറി ഇങ്ങോട്ട് വന്നിരിക്കുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അധിക്ഷേപിക്കുമ്പോഴത്തേനും ഭയങ്കര സങ്കടമായിപ്പോയി ഗൗരിമോള് പതുക്കെ അങ്ങോട്ട് നടക്കുവാണ്. ഈ കാഴ്ച നന്ദ ഫോണിൽ കൂടെ കണ്ടു. നന്ദയ്ക്ക് സഹിക്കുവോ? നന്ദ ആകെപ്പാടെ സമുദ്രം എറ്റിയ പോലെ ആയിപ്പോയി. ഇനിയിപ്പം നന്ദ അങ്ങോട്ടേക്ക് ഇന്ത്യവരത്തിലേക്ക് വരും. നന്ദനെ അങ്ങോട്ട് വരുത്താൻ വേണ്ടിയുള്ള അവരുടെ പ്ലാൻ ആയിരുന്നത്. അപ്പൊ ഇനി നന്ദ വന്നിട്ടാണ് നന്ദ വെറുതെ ഇരിക്കില്ല. നന്ദ അവരെ പൊളിച്ചെടുക്കുക തന്നെ ചെയ്യും. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.